ദൻഹ തിരുനാൾ അഥവാ എപ്പിഫനി തിരുനാളിന് പിന്നിലുള്ള ചരിത്രം. ഡിസംബർ 26 പലരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമസിൻ്റെ തിരക്കും ആഘോഷങ്ങളും അവസാനിക്കുന്നു. എന്നാൽ ക്രിസ്തീയ ചരിത്രത്തിലുടനീളം നോക്കിയാൽ ക്രിസ്തുമസ് 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷമാണ്. അതായത് ജനുവരി 6 വരെ ക്രിസ്തുമസിൻ്റെ അവസാനം കുറിക്കുന്ന ആഘോഷമാണ് ദനഹ തിരുനാൾ അഥവാ പ്രത്യക്ഷീകരണ തിരുനാൾ അഥവാ എപ്പിഫനി. കേരളത്തിലെ ഈ ദിനം പിണ്ടിപ്പെരുന്നാൾ എന്ന പേരിലും അറിയപ്പെടുന്നു. കത്തോലിക്ക സഭയിലെ ലത്തീൻ ആചാരം അനുസരിച്ച് യേശു ദൈവപുത്രനാണ് എന്ന വെളിപാടിൻ്റെ ഓർമ്മ പുതുക്കലാണ് ദനഹ തിരുനാൾ. പ്രധാനമായും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് 3 ജ്ഞാനികൾക്ക് അഥവാ രാജാക്കന്മാർക്ക് ലഭിച്ച വെളിപാടിനെയാണ് ഈ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും ജോർദാൻ നദിയിലെ യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്തെ വെളിപാടും കാനായിലെ കല്യാണത്തിൻ്റെ അനുസ്മരണവും ഈ ആഘോഷത്തിൽ ഉൾപ്പെടുന്നു. പൗരസ്ത്യ ദേശങ്ങളിലെ കത്തോലിക്കർക്കിടയിൽ ഈ തിരുനാൾ തിയോഫനി എന്നാണ് അറിയപ്പെടുന്നത്. ജോർദാൻ നദിയിലെ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കുന്ന ദിവസമാണ് തിയോഫനി. ആ ജ്ഞാനസ്നാന വേളയിലെ യേശു ദൈവപുത്രനാണ് എന്ന വെളിപ്പെടുത്തിയതാണ് ഇതിന് പിന്നിലെ അടിസ്ഥാന സംഭവം. പാരമ്പര്യമനുസരിച്ച് ജനുവരി 6 ദനഹ തിരുനാൾ ആഘോഷിക്കുന്നതെങ്കിലും മറ്റുള്ള പാശ്ചാത്യ സഭകളിൽ നിന്ന് വിഭിന്നമായി അതിനുശേഷം വരുന്ന ഞായറാഴ്ചയാണ് ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളായി അമേരിക്കയിൽ ആഘോഷിക്കുന്നത്. എന്നാൽ ക്രിസ്തുമസിൻ്റെ അവസാനം സമ്മാനങ്ങൾ നൽകുന്ന ഒരാഘോഷ ദിവസം എന്നിവയേക്കാളും ഉപരിയായി കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നതാണ് ഈ തിരുനാളിൻ്റെ അർത്ഥതലമെന്ന് കത്തോലിക്ക പുരോഹിതനും വർജീനിയ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കത്തോലിക്ക കൾച്ചറിൻ്റെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഫാദർ ഹെസാക്കിയാസ് കരോസോ പറയുന്നു. നിങ്ങൾക്ക് തിയോഫിനിയെ കൂടാതെ തിരുപ്പിറവിയെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല, അഥവാ ദനഹ തിരുനാളിനെ കൂടാതെ തിരുപ്പിറവിയെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. യേശു ഒരു ശിശുവായിരുന്നപ്പോഴും യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ വേളയിലും യേശു ദൈവപുത്രനാണെന്ന് അറിയിക്കുന്ന വെളിപാട് ക്രിസ്തുമസിൻ്റെ രഹസ്യങ്ങളെ പ്രകാശപൂരിതമാക്കുന്നു. ഫാദർ ഹെസക്കിയാസിൻ്റെ വാക്കുകളാണിവ. ദനഹ തിരുനാളിൻ്റെ ഉത്ഭവം നോക്കാം. പാശ്ചാത്യരുടെ എപ്പിഫനി തിരുനാളും ഗ്രീക്ക് ഭാഷയിൽ നിന്നും വന്നിട്ടുള്ള വാക്കാണ് എപ്പിഫനി. അതിൻ്റെ അർത്ഥം ഉന്നതങ്ങളിൽ നിന്നുള്ള വെളിപാട് എന്നാണ്. പൗരസ്ത്യരുടെ തിയോഫനി എന്ന വാക്ക് ഉണ്ടായത് ദൈവത്തിൻ്റെ വെളിപാട് എന്ന അർത്ഥമുള്ള വാക്കിൽ നിന്നാണ്. ഈ 2 തിരുനാളിൽ ഒറ്റ ദിവസമായിട്ട് ആചരിക്കുമ്പോൾ സ്വന്തം ആചാരങ്ങളും ആരാധനാപരമായ പ്രാധാന്യവും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരേ ദിവസം എന്നതിൽ ഉപരിയായി പലതും ഈ തിരുനാളുകൾ പങ്കുവഹിക്കുന്നുണ്ട്. പുരാതന ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് പൗരസ്ത്യ ദേശത്തിലുള്ളവർ, തിരുപ്പിറവി, ജ്ഞാനികളുടെ ദർശനം, ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം, കാനായിലെ കല്യാണം എന്നീ സംഭവങ്ങളുടെ ഓർമ്മ പുതുക്കൽ ഒരേ ദിവസം തന്നെ എപ്പിഫനി തിരുനാളായിട്ടായിരുന്നു കൊണ്ടാടിയിരുന്നത്. 4-ാം നൂറ്റാണ്ട് മുതൽ ചില രൂപതകളിൽ ക്രിസ്തുമസും എപ്പിഫനിയും 2 തിരുനാളുകളായി ആഘോഷിക്കാൻ തുടങ്ങി. 567 ടൂറിസിലെ സമ്മേളനത്തിൽ വെച്ച് ക്രിസ്തുമസ് ഡിസംബർ 25 എപ്പിഫനി ജനുവരി 6 വെവ്വേറെ കൊണ്ടാടുവാൻ തീരുമാനിച്ചു. ഈ ദിവസങ്ങൾക്കിടയിലുള്ള 12 ദിവസത്തെ കാലാവധിയെ ക്രിസ്തുമസ് കാലം എന്ന് വിളിക്കുകയും ചെയ്തു. കാലക്രമേണ പാശ്ചാത്യ സഭകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു സംഭവങ്ങൾക്കെല്ലാം ഓരോ തിരുനാൾ ദിനങ്ങൾ നിശ്ചയിക്കുകയും 3 ജ്ഞാനികൾ ഉണ്ണീശോയെ സന്ദർശിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലായി ജനുവരി 6 എപ്പിഫനി തിരുനാൾ ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ പൗരസ്ത്യ സഭകൾ ഈ ദിവസം ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ ഓർമ്മ പുതുക്കൽ എന്ന നിലയിൽ ആരാധനാദിന സൂചകയിലെ ഏറ്റവും വിശുദ്ധ ദിവസമായി തിയോഫിനി തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി. റോമൻ പാരമ്പര്യങ്ങൾ നോക്കാം. കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിട്ടുള്ള പൂജാരാജാക്കന്മാരുടെ സന്ദർശനത്തെ ബന്ധപ്പെടുത്തി റോമൻ സഭയിൽ അതിൻ്റേതായ പ്രത്യേക ആചാരങ്ങൾ നിലവിലുണ്ടായിരുന്നു. എപ്പിഫനി ദിവസത്തിൻ്റെ സ്മരണയുടെ ഭാഗമായി പുനരുദ്ധാനമടക്കമുള്ള മറ്റ് ഹൃദയസ്പർശിയായ ഓർമ്മ പുതുക്കലുകളുടെ ദിവസങ്ങൾ വിശ്വാസികൾക്കായി പ്രഖ്യാപിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പുനരുദ്ധാനത്തിൻ്റെ പ്രാധാന്യവും ആ വർഷത്തെ പ്രധാന തിരുനാളുകളും വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ആ പ്രഖ്യാപനം. ഇറ്റലിയിൽ കുട്ടികൾക്ക് മിഠായിയും സമ്മാനങ്ങളും നൽകിയിരുന്നത് ക്രിസ്തുമസിനല്ലായിരുന്നു, മറിച്ച് എപ്പിഫനി ദിവസമായിരുന്നു. 3 പൂജ്യരാജാക്കന്മാരുടെ ഓർമ്മ പുതുക്കലിൻ്റെ അന്ന് ലാറ്റിൻ അമേരിക്കയിലെ പല പ്രദേശങ്ങളിലെയും
ഫിലിപ്പീൻസിലെയും പോർച്ചുഗലിലെയും സ്പെയിനിലെയും കുട്ടികൾക്കും സമ്മാനങ്ങൾ ലഭിക്കുന്ന പതിവുണ്ട്. ഇതിനിടയിൽ അയർലൻഡിലെ കത്തോലിക്കർ സ്ത്രീകളുടെ ക്രിസ്മസ് അല്ലെങ്കിൽ വുമൺസ് ക്രിസ്മസ് ആഘോഷിക്കുന്ന പതിവും തുടങ്ങി. ഈ ദിവസം സ്ത്രീകൾ വിശ്രമിക്കുകയും വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് ആഘോഷിക്കുകയും ചെയ്തു. ചുണ്ണാമ്പും സ്വർണവും കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും കയ്യിലെടുത്ത് വിശുദ്ധ കുർബാനയ്ക്കിടെ വെഞ്ചിരിക്കുന്നത് പോളണ്ടിലെ എപ്പിഫനി തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു. വീടുകളിലാകട്ടെ കുടുംബാംഗങ്ങൾ ആ വർഷത്തിൻ്റെ ആദ്യ അക്കങ്ങൾ തങ്ങളുടെ വീടിൻ്റെ കഥകളിൽ എഴുതിയതിനു ശേഷം M+B എന്നെഴുതുകയും അതിനുശേഷം വർഷത്തിൻ്റെ ബാക്കിയുള്ള അക്കങ്ങൾ എഴുതുകയും ചെയ്യുന്ന പതിവുണ്ട്. K+M+B എന്ന അക്ഷരങ്ങൾ യേശുവിനെ സന്ദർശിച്ച ജ്ഞാനികളായ കാസ്പർ, മെൽക്കിയോർ, ബാൽത്തസർ എന്നിവരുടെ നാമങ്ങളുടെ ആദ്യ അക്ഷരങ്ങളിലോ ലാറ്റിൻ വാക്യമായ ക്രിസ്റ്റസ് മാൻസിയോനെയും ബെനഡിക്കാറ്റ് എന്നതിൻ്റെയോ അല്ലെങ്കിൽ ക്രൈസ്റ്റ് ബ്ലസ് ദി ഹൗസ് എന്നതിൻ്റെയോ ചുരുക്കെഴുത്തമായിരിക്കാമെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ലോകത്തിൻ്റെ ഏതാണ്ട് മിക്ക ഭാഗങ്ങളിലും കത്തോലിക്കർ കിങ്സ് കേക്ക് ഭക്ഷിച്ചുകൊണ്ടാണ് എപ്പിഫനി തിരുനാൾ ആഘോഷിക്കുന്നത്. ഒരു ചെറിയ പ്രതിമയോ കായ്ഫലങ്ങൾ കൊണ്ടോ അലങ്കരിച്ച മധുരമുള്ള കേക്കാണ് കിങ്സ് കേക്ക്. ചില സ്ഥലങ്ങളിൽ സമ്മാനത്തിന് അർഹരാകുന്ന ഭാഗ്യവാന് ഈ ദിവസം പ്രത്യേക സൽക്കാരമോ അല്ലെങ്കിൽ പാരമ്പര്യമായി ദനഹകാലത്തിൻ്റെ അവസാനമായി കരുതി വരുന്ന ഫെബ്രുവരി 2 ഒരു പ്രത്യേക സൽക്കാരമോ വാഗ്ദാനം ചെയ്യുന്നു. ഈ ആഘോഷങ്ങൾ എപ്പിഫനി തിരുനാളിൻ്റെ കുടുംബ കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്കും അതിൻ്റെ അടിസ്ഥാന തിരുനാളും തിരുക്കുടുംബവുമായുള്ള ബന്ധത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ജ്ഞാനികളുടെ യഥാർത്ഥ പേരുകളെക്കുറിച്ചോ അവർ എത്ര പേർ ഉണ്ടായിരുന്നുവെന്നോ അതിനെക്കുറിച്ചോ ബൈബിൾ ഒന്നും തന്നെ പറയുന്നില്ലെങ്കിലും അവർ ബുദ്ധിമാന്മാരും സമ്പന്നരും ഏറ്റവും ഉപരിയായി ധൈര്യവാന്മാരും ആയിരുന്നുവെന്ന് നമുക്കറിയാം. സ്വർണവും കുന്തിരിക്കവും മീറായും ഈ സമ്മാനങ്ങൾ യേശു ദൈവപുത്രനാണെന്നും രാജാതിരാജനാണെന്നതിനെക്കുറിച്ച് ജ്ഞാനികൾക്ക് ലഭിച്ച വെളിപാടിനെ മാത്രമല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ സാധാരണയായി സംസ്കാര ചടങ്ങുകൾക്കാണ് നൽകുന്നത്. ഈ സമ്മാനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് മുൻകൂട്ടിയുള്ള ഒരു ബോധ്യം നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വെളിപാടിനെക്കുറിച്ച് നോക്കാം. മരണത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ജീവൻ വീണ്ടെടുത്ത് തിയോഫനി തിരുനാൾ യേശുവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പൗരസ്ത്യ പ്രതീകാത്മകതയുടെ ഒരു പ്രതിഫലനം കൂടിയാണിത്. തിരുപ്പിറവിയെപ്പോലെ നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാനവും വെറുമൊരു ചരിത്ര സംഭവം മാത്രമല്ല, അതൊരു വെളിപാടാണ്. ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി പൗരസ്ത്യ ക്രൈസ്തവർ ദിവ്യബലികൾ അർപ്പിച്ചു തുടങ്ങി. മാമോദീസ തൊട്ടിയിലെ വെള്ളം വെഞ്ചരിക്കുക എന്ന ആചാരവും ഇതിൽ ഉൾപ്പെടുന്നു. തങ്ങളുടെ ശാരീരിക സൗഖ്യത്തിന് മാത്രമല്ല മറിച്ച് ആത്മീയ സൗഖ്യത്തിനുമായി വിശ്വാസികൾ ഈ വെള്ളം കുടിക്കുകയും കുപ്പികളിൽ ശേഖരിച്ച് വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. പല ഇടവകളിലും വിശുദ്ധ കർമ്മങ്ങൾക്ക് ശേഷം ഭക്ഷണവും വിതരണം ചെയ്തിരുന്നു. മധ്യകിഴക്കൻ ദേശങ്ങളിൽ കുഴച്ച മാവ് എണ്ണയിൽ ചുട്ടെടുത്ത് തേൻ പുരട്ടി ഭക്ഷിക്കുന്ന പതിവും ഇതോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു.